ഹായ് ഓൾ. കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എൻ്റെ ടോപ്പിക്ക്. കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓൾ ലബോറട്ടറി മെഷർമെൻറ്റ് കണ്ടെയ്നിങ് സോഴ്സ് ഓഫ് അൺസർട്ടനിറ്റി ഓർ എറർ. ടൈപ്സ് ഓഫ് എറേഴ്സ്. എറേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് എറേഴ്സും മറ്റൊന്ന് റാൻഡം എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് typically cannot be characterized with a statistical method but rather must be analyzed case by case. Random error. Even if we had no instrumentation, random errors will result from biological and or patient variability. Random error can be analyzed with statistical method. അപ്പോൾ ഈ റാൻഡം എറർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമുക്ക് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ടൈപ്സ് ഓഫ് എറർ സിസ്റ്റമാറ്റിക് എറേഴ്സും റാൻഡം എറേഴ്സുമാണ്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സും റാൻഡം ഫിനോമിന ആൻഡ് എറേഴ്സ്. അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ മോഡ്, മീഡിയൻ, മീൻ ഇതൊക്കെ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മോഡ്, നമ്മളതൊക്കെ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് മെഷർമെൻറ്റ്. മീഡിയൻ എന്ന സെൻട്രൽ വാല്യൂ ഡിവൈഡിങ് ഡാറ്റ സെറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. മീൻ എന്ന് പറയുന്ന അരിത്തമാറ്റിക് പറഞ്ഞ മീൻ തന്നെയാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഈക്വൽ ടു 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to 2n എക്സ് ഐ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിത്തെ മോഡ്, മീഡിയൻ, മീൻ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ പറയുന്നത് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ. റേഞ്ച്, ഡിഫറൻസ് ഓഫ് എ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് വാല്യൂ. ലാർജസ്റ്റും സ്മാളസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. വേരിയൻസ്, മെഷർ ഡിസ്പേർഷൻ അറൗണ്ട് മീൻ. വേരിയൻസിൻ്റെ ഇക്വേഷനാണ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1/n മൈനസ് 1 സിഗ്മ ഐ ഈക്വൽ ടു 1 to 2n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ. ദെൻ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ സിഗ്മ എം ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് എൻ. ഇനി നെക്സ്റ്റ് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് റാൻഡം എറർ വിത്ത് എ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഫോർ റാൻഡം ട്രയൽസ്. ഇത് 3 ഡിസ്ട്രിബ്യൂഷൻ ആണല്ലേ. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് ഗോഷ്യൻ ഓർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം ഇൻഡിപെൻഡൻറ്റ് പ്രോസസ് വിത്ത് 2 പോസിബിൾ ഔട്ട്കംസ്. 2 പോസിബിൾ ഔട്ട്കംസ് ആണുണ്ടാവുക. അത് റാൻഡം ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സർട്ടൈൻ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബൈനോമിയൽ അല്ല ഡിസ്ട്രിബ്യൂഷനെ സിംപ്ലിഫൈ ചെയ്യുക. ഗോഷ്യൻ ഓർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഫർദർ സിംപ്ലിഫിക്കേഷൻ ഇഫ് ആവറേജ് നമ്പർ ഓഫ് സക്സസ് ഈസ് ലാർജ്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രേറ്റർ ദാൻ 20 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദ ട്രയൽ ഹാസ് 2 പോസിബിൾ ഔട്ട്കം എ ആൻഡ് ബി. 2 പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവും, ഒന്ന് എ മറ്റൊന്ന് ബി. ദ പ്രോബബിലിറ്റി ദാറ്റ് എനി ഗിവൺ ഒബ്സർവേഷൻ റിസൾട്ട് ഇൻ ഔട്ട്കം എ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദ ഒക്കറൻസ് ഓഫ് എ ടൈപ്പ് എ event in any given observation does not affect that probability that the event A or B will occur again in subsequent observation. അപ്പോൾ അവിടെ P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ആൻ ഒബ്സർവേഷൻ ഈസ് ഓഫ് ടൈപ്പ് എ. 1 മൈനസ് P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ആൻ ഒബ്സർവേഷൻ ഈസ് ഓഫ് ടൈപ്പ് ബി. ഫോർ എ ടോട്ടൽ ഓഫ് n experimental trials, the binomial distribution Pn gives the probability that n out of n trials will be of type A. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ആണ് Pn ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് സ്മോൾ ലെറ്റർ n ഫാക്ടോറിയൽ P റേസ് ടു n 1 മൈനസ് P ഓൾ റേസ് ടു n മൈനസ് n, where n is the number of trials and small letter n is the number of successful trials. ഇതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം നോക്കാം.
വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 25 ഹെഡ്സ് ഇൻ 15 ടോസ് ഓഫ് എ ഫെയർ കോയിൻ? അപ്പോൾ അവിടെ ഈ 25 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എന്നും 5 ടോസസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എന്നും ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ സ്മോൾ n ഫാക്ടോറിയൽ p റേസ് ടു n 1 മൈനസ് p ഓൾ റേസ് ടു n മൈനസ് n ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ക്യാപിറ്റൽ n-ന് 50ഉം സ്മോൾ ലെറ്റർ n-ന് 25ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും p25 ഈക്വൽ ടു 0.1123 എന്ന്. അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഗ്രാഫാണ്. വൈ ആക്സിസിൽ പ്രോബബിലിറ്റിയും എക്സ് ആക്സിൽ നമ്പർ ഓഫ് എഡ്സ് ഇൻ 50 ഡോസസ് എന്നാണ്. അപ്പോൾ നമുക്ക് കാണാം അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. If the number of a observation is large and the probability of success for any single observation is very small, the binomial distribution can be reduced to another from called the Poisson distribution. എന്ന് പറഞ്ഞു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പോൾ പി എൻ ഈക്വൽ ടു എക്സ് ബാർ റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബാർ. where അവിടെ പി എൻ എ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ ഔട്ട്കം. സ്മോൾ ലെറ്റർ എൻ വെൻ ദ ആവറേജ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ട്രയൽസ് ഈസ് എക്സ് ബാർ. ഇനി അവിടെ പോയിസൺ ഫാക്ട്സ് ഏതൊക്കെ നോക്കാം. ദ മീൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഈക്വൽ ടു എൻ ബാർ ഈക്വൽ ടു സിഗ്മ 0 to n പി എൻ എ ഈക്വൽ ടു പി എൻ. So another way to write the distribution is Pn equal to Pn capital Pn all raised to n by n factorial e raised to മൈനസ് പി എൻ. അത് എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ഇക്വേഷൻ കണ്ടു മുകളിൽ. അപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ബാർ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് എൻ ബാർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ കാണുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഗോഷ്യൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫോർ റിയൽ വേരിയബിൾ ആൻഡ് ബോത്ത് ദ ബൈനോമിയൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, whereas many of the random variable in a experiment are continuous. Even for discrete random variable, if many trials are present and the change between value is small, continuous distribution are assumed because the max is easier. By nothing that the Poisson distribution become essentially symmetric about its mean for means greater than or equal to 20, we can use the normal distribution. അത് greater than or equal to 20 ആകുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. By nothing that the Poisson distribution becomes essentially symmetric about its mean for means greater than or equal to 20, we use the normal distribution J of x. നമ്മൾ റിപ്പീറ്റായി എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ജെ ഓഫ് എക്സ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് 1/σ√2 എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് മൈനസ് എം ഹോൾ സ്ക്വയർ ബൈ 2 σ² dx. വർ എം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം ഈ പി എൻ ഓഫ് ഈക്വൽ ടു 1/√2 n ബാർ e raised to minus n bar whole square by 2 into n bar. In this case സിഗ്മ ഈ ഒരു കേസിലൊക്കെ നമുക്ക് സിഗ്മ കാണാൻ സിഗ്മ ഈക്വൽ ടു √(-n ബാർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോഷ്യൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഇനി നമുക്കിവിടെ കാണാം ഈ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ്. അവിടെ വൈ ആക്സിസ് ജെ ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ് ആക്സിസിൽ എക്സ് ബാർ മൈനസ് സിഗ്മ എന്നും ലെഫ്റ്റിൽ റൈറ്റിൽ എക്സ് ബാർ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്
ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. അപ്പോൾ നമ്മളിവിടെ 3 ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഗ്രാഫ് എന്താ കണ്ടു, നമ്മൾ അതിനൊരു പ്രോബ്ലം ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് പോയിസൺ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ പറഞ്ഞു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ 3 വെച്ചിട്ടുള്ളൊരു ഗ്രാഫാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് കാണാം y ആക്സിസിൽ n ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എലോങ് x ആക്സിസ് പ്രോബബിലിറ്റി. അപ്പോൾ ദ ഗ്രാഫ് കണക്റ്റിംഗ് P of n and n in all the 3 cases coincide approximately. അപ്പോൾ ഈ 3 കേസിലും ഈ P of n-ഉം n-ഉം തമ്മിൽ വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫ് അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അവിടെ ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഡാർക്ക് റൗണ്ട് എന്ന് പറഞ്ഞത് ബൈനോമിയലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻറ്റു മാർക്ക് കാണാം ഗ്രാഫിൽ, അത് റെപ്രസെൻ്റ് ചെയ്യും പോയിസൺ ഡിസ്ട്രിബ്യൂഷനെയും. പിന്നെ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗോഷ്യനും ആണ്. അപ്പോൾ ഇത് ഈ കമ്പാരിസൺ ഓഫ് ബൈനോമിയലും പോയിസണും ഗോഷ്യനും ഡിസ്ട്രിബ്യൂഷൻ ഫോർ n ബാർ ഈക്വൽ ടു 25. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇത് 3 വെച്ചിട്ടുള്ള ഗ്രാഫാണ് ഇത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു ആദ്യം എററിനെ കുറിച്ചും ടൈപ്സ് ഓഫ് എറർ ആണ് സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. ഇനി നമ്മൾ സിമ്പിൾ പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്നാണ്. എറർ പ്രൊപ്പഗേഷൻ എന്നാണ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഓഫൺ ഡിറ്റർമൈൻഡ് ഫ്രം എ സെവറൽ മെഷർമെൻറ്റ് പ്രോൺ ടു റാൻഡം എറർ. If the quantities are independent, then add independent contributions to error in quarter as follow. The simplest example are addition, subtraction and multiplication by a constant. If the quantities A and B are measured with known error delta A and delta B. അപ്പോൾ എ ബി എന്ന ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുക, അറിയുന്ന 2 എററാണ്, ഡെൽറ്റ എ എന്നതും ഡെൽറ്റ ബി എന്നും. ദെൻ ദ എറർ ഇൻ ദ ക്വാണ്ടിറ്റീസ് എക്സ് വൈ സെഡ്. ഓക്കെ, വെൻ എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാം എ പ്ലസ് ബി, വൈ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി, സെഡ് ഈസ് ഈക്വൽ ടു കെ സ്റ്റാർ എ. അവിടെ കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, നോ എറർ. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം, ഈക്വൽ ടു റൂട്ട് ഓഫ് ഡെൽറ്റ എ സ്ക്വയർ പ്ലസ് ഡെൽറ്റ ബി സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ കെ സ്റ്റാർ ഡെൽറ്റ എ എന്നായിരിക്കും. ഇതാണ് പ്രൊപ്പഗേഷൻ എറർ, സിമ്പിൾ പ്രൊപ്പഗേഷൻ എറർ എന്ന്. ഇനി ജനറൽ പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അസ്യൂമിങ് ദ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് എ ബി സി എക്സെട്ര are independent of each other and the desired quantity x is a function of a b c. അപ്പോൾ x is equal to x a, b, c. കാരണം അത് x എന്നത് എ ബി സിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, x is equal to x of a, b, c. The contribution of measurement to the error in x, അപ്പോൾ അത് ഡെൽറ്റ എക്സ് എ, അത് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എക്സ് is equal to മോഡ് ഓഫ് ഡോ എക്സ് ബൈ ഡോ എ ഇൻറ്റു ഡെൽറ്റ എ. അപ്പോൾ ഡെൽറ്റ എക്സ് കാണാൻ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് എ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ബി സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് ജനറൽ പ്രൊപ്പഗേഷൻ ഓഫ് എറർ. അപ്പോൾ നമ്മളിവിടെ ഈ കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 എറേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. പിന്നെ ഇതിൽ കൊടുത്തിരുന്ന ആദ്യം ബൈനോമിയൽ ആയുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതിൽ കൊടുത്തിരുന്ന ഇക്വേഷൻ, അതെങ്ങനെ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അത് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. പിന്നെ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. പിന്നെ നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/√2πn ബാർ ഇ റേസ് ടു മൈനസ് എൻ മൈനസ് എൻ ബാർ ഹോൾ സ്ക്വയർ ബൈ 2n ബാർ. അവിടെ ഇൻ ദിസ് കേസ് ഇത് സ്റ്റാൻഡേർഡ് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ബാർ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കേസുകളുടെയും കാണിച്ചിട്ടുള്ള ഗ്രാഫാണ് ഇത്. ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ എന്നും വൈ ആക്സിസ് പി ഓഫ് എൻ, അതാ പ്രോബബിലിറ്റിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദ ഗ്രാഫ് കണക്റ്റിംഗ് പി ഓഫ് എൻ ആൻഡ് എൻ ഇൻ ഓൾ ദ 3 കേസസ് കോയിൻസൈഡ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, താങ്ക് യു.